ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉറക്കം തൂങ്ങിയിട്ടാട്ടോ എണീച്ച് വരുന്നത്. ഇന്ന് രാവിലെ മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ തന്നെയാണ് പണി. ഒരു 5 മണി 4:30 അലാം വയ്ക്കും. 5 മണിയാകുമ്പോൾ എണീക്കും കേട്ടോ. 5 മണിന്നൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റായി. കാരണം 6 മണിയാകുമ്പോഴേക്കും ഇതെല്ലാം തീരണം. ലഞ്ച് പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചൊക്കെ കൊടുക്കണം. പിന്നെ നൈനുവിനെ പോയി വിളിച്ച് കുളിപ്പിച്ച് പല്ലേക്കണ വരെ ഞാനായിരിക്കും. കാരണം ലേറ്റ് അവൾ തേക്കും എല്ലാം അവൾ ചെയ്യും. പക്ഷേ അവൾ സ്ലോ ആണ്, മെല്ലെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബസ് എന്തായാലും പോവും. അതുകൊണ്ട് ഞാൻ മെല്ലെ എല്ലാം ചെയ്തു കൊടുക്കും. മെല്ലെ എല്ലാം കുറച്ച് സ്പീഡിലെല്ലാം ചെയ്ത് കൊടുത്തു. ഒരു 6:45 എല്ലാ പരിപാടിയും തീർക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, അങ്ങനെ എല്ലാം. 6:45 ബസ്സും വരും കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ ഇഡ്ഡലിയും ദോശമാവ് എന്താ ഇങ്ങനെ പൊന്തി വരണേന്ന് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ഞാൻ നമ്മുടെ തണുപ്പ് കാലത്താണ് ഇവിടെ, ഈ കോൾഡ് സമയത്താണ് ഇവിടെ വന്നത്. അന്നൊന്നും എൻ്റെ പൊന്തലേ ഇല്ല, തണുപ്പായതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ടായിരിക്കും പൊന്തി വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയല്ലേ, അതുകൊണ്ടായിരിക്കും പൊന്തി വരാത്തത് കേട്ടോ. മഴയാണെങ്കിൽ നമ്മളിങ്ങനെ കമ്പിളി പുതപ്പൊക്കെ ഇല്ലേ, അതിൽ ചുറ്റി പൊതിഞ്ഞെടുത്ത് വെച്ചാൽ മതി എന്നൊക്കെ തോന്നുന്നത്. ഞാനിവിടെ തണുപ്പാകുമ്പോൾ അങ്ങനെ ചെയ്യൽ കേട്ടോ. അങ്ങനെ ധൃതി പിടിച്ച് ഇന്ന് പിന്നെ വലിയ തിരക്കില്ല, ധൃതിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിയാണല്ലോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാമ്പാറോ ചമ്മന്തിയോ ഉണ്ടാക്കിയാൽ പോരെ. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പിള്ളേർ കഴിക്കില്ല, അതിന് കുറച്ച് എരിവ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ. അവർക്ക് ഇഡ്ഡലി ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇഡ്ഡലി ആകുമ്പോൾ പെട്ടെന്ന് പണി തീരും. പക്ഷേ ഇവിടെ ഒരു ട്രിപ്പ് വെച്ചാൽ പോരാ, 2 ട്രിപ്പ് വെക്കണം. ഉമേഷേട്ടൻ കേട്ടോ ഫസ്റ്റ് എനിക്ക്, ആൾക്ക് നേരത്തെ പോകണം. ഇപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ ലീവ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും ഒന്നിനും വരലില്ല. അപ്പോൾ ആദ്യ രാത്രിയാവും വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എണീച്ചുകൊണ്ട് ഇഡ്ഡലിയും പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഉമേഷിന് വേഗം രാവിലെ തന്നെ 5:30 ആയപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ആൾ കഴിക്കാതെ പോവാം. ഞാൻ ആൾ പോണത് പോലും അറിയാറില്ല. രാവിലെ നേരത്തെ പോവാറുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായി, 5:30 ആയി പോവാൻ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു വേഗം. അങ്ങനെ ആൾ ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് എപ്പോഴും ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എവിടെയാണ് കിടക്കണേന്ന് എനിക്കേ അറിയില്ല. ചമ്മന്തിപ്പൊടി നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ, പക്ഷെ കുറച്ച് എരിവ് കൂടി അങ്ങോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉണക്കമുളക് ഇട്ടത്, പക്ഷെ കാശ്മീരി ചില്ലി ഇല്ല, അതാണ് ഇടേണ്ടത്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പാകമാവും, എരിവ് അധികം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഭയങ്കര എരിവായിപ്പോയി. അതുകൊണ്ട് നൈനൂനും വലിയ കാര്യമായി ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ രാവിലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഉമേഷൊക്കെ ഇത് കഴിച്ചിട്ടാണ് പോയത്. പിന്നെ എൻ്റെ കറിവേപ്പില കണ്ടോ, ഒരു മാസം ആവാറായിട്ടോ കറിവേപ്പിലയ്ക്ക് ഒരു കേടുമില്ല. ഞാനില്ലേ കറിവേപ്പില നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കുക. ഒന്ന് ഫാൻ ചോട്ടിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ. എല്ലാ വെള്ളവും പോയി കഴിഞ്ഞിട്ട് ഒരു ഡപ്പയിൽ ആദ്യം ടിഷ്യൂ പേപ്പർ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ സൈഡിലൊക്കെ വെക്കണം കേട്ടോ. എല്ലായിടത്തും വെക്കണം, സൈഡിലും നടുവിലും എല്ലായിടത്തും, ഏറ്റവും താഴെ വെച്ചിട്ട് നമ്മൾ കറിവേപ്പില ഇടാം. എന്നിട്ട് അതിൻ്റെ മേലെയും പിന്നെയും കറിവേപ്പില ഫുള്ള് ഇട്ടിട്ട് അതിൻ്റെ മേലെ പിന്നെയും ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. കുറേ കാലം ഇരിക്കും. കുറേ കാലം വരുമ്പോൾ 1 മാസം എന്തായാലും ഇരിക്കുന്നത് ഉറപ്പാണ് കേട്ടോ. ഇന്ന് പിന്നെ നൈകുട്ടിക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവളുടെ വാട്ടർ ബോട്ടിലാണ് നൈനുവിന് കൊടുത്തു വിട്ടത്. അവൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ബഹളം വയ്ക്കുന്ന ഉറപ്പാണ് കേട്ടോ. പിന്നെ നൈനുവിന് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തു തരണം കേട്ടോ. ഞാൻ മാങ്ങ ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാങ്ങാപ്പഴം കൊടുത്തു വിട്ടു. അതിൻ്റെ മാങ്ങാണ്ടി ആണെങ്കിൽ രാവിലെ തന്നെ തിന്നു കേട്ടോ. കാരണം ഇവിടെ മാങ്ങാണ്ടി കിട്ടില്ല. ഈ പിള്ളേർക്ക് 2 എണ്ണത്തിന് അത് മതി കേട്ടോ. അവർ കാണാതെ ആയിരിക്കും ഞാൻ തിന്നുണ്ടാവുക. അങ്ങനെ ഒരു 6 മണി ആകുമ്പോഴേക്കും എന്തായാലും എൻ്റെ പരിപാടികളൊക്കെ തീർത്ത് ഞാൻ നൈനുവിനെ വിളിക്കാൻ പോകും കേട്ടോ. നൈനു ഉറക്കം തൂങ്ങിയിട്ടൊക്കെ ആയിരിക്കും എണീക്കുന്നുണ്ടാവുക, എന്നാലും വിളിച്ച് എണീപ്പിക്കും. കാരണം ബസ് പോയാൽ പിന്നെ ഞാൻ അവളെ കൊണ്ടാക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അതൊക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ ഞാൻ മറന്നുപോയി ഇന്നലെ. ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് നന്നായിട്ട് വാടിക്കരിഞ്ഞ് നിൽക്കും കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കറിവേപ്പില ഞാൻ നട്ടിട്ടുണ്ട്, പക്ഷെ പിടിക്കുമെന്ന് അറിയില്ല. ഞാൻ കാപ്പിപ്പൊടിയല്ല, കാപ്പിയുടെ മട്ടില്ലേ,
കാപ്പി അതിൻ്റെത്, പിന്നെ മുട്ടയുടെ തോടൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇത് വെണ്ടയ്ക്കാണ് കേട്ടോ. പക്ഷേ ഈ നൈനും ഐഹൂലി അത് ഒരു ദിവസം ഇങ്ങനെ പറിച്ച് പൊക്കിയിട്ട് ഞാൻ പറിച്ചു പോയിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. എനിക്ക് ദേഷ്യം വന്നു അങ്ങോട്ട്. പിന്നെ പിടിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പോയിട്ടുണ്ടല്ലോ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് രാവിലെ തന്നെ കണ്ടോ വാടിയ പോലെ നിൽക്കുക. ഒരു രസമില്ല കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നേരെ അത് വെള്ളം കൊണ്ടൊഴിച്ചു, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നൈനൊരു തലയൊക്കെ കെട്ടി കൊടുത്തു. അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടോ മുടിയൊക്കെ കെട്ടി കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഹെയർ ബാൻഡ് റെഡ് കളർ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് 2 സൈഡിലും റിബൺ കെട്ടി കൊടുക്കാം കേട്ടോ. ഇന്നാണെങ്കിൽ നൈനുവിന് എക്സാമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വായിപ്പിക്കുമായിരുന്നു. മാത്സ് ആയിരുന്നു എക്സാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് വായിപ്പിച്ചു, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ട് പറഞ്ഞു കൊടുക്കും. കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓർമ്മയുണ്ടാവും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ നമ്മൾ തലേ ദിവസം സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ചിലതൊന്നും പഠിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റത് പഠിക്കണ്ട. നമ്മൾ പഠിച്ചത് പിറ്റേ ദിവസം രാവിലെ ഒന്ന് എണീച്ചിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കഥ വായിക്കണ പോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതുമ്പോൾ കുറച്ചൊരു ഓർമ്മ ഉണ്ടാവും കേട്ടോ. കുറച്ചല്ല, ഓർമ്മ കിട്ടുന്ന ഉറപ്പാണ്. ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നൈനുവിന് എന്തൊക്കെയോ രാവിലെ വേഗം ഞാൻ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നൈനുവിന് വേഗം പറഞ്ഞു കൊടുക്കണ ഇടയിൽ ബസ് വന്നു കേട്ടോ. ബസ് ഓണടിക്കും. ബസ് താഴെ വരുമ്പോഴായിരിക്കും നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോവാം കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് വലിയ ഒന്നും പറയാനില്ല. അപ്പോഴേക്കും നമ്മുടെ നൈഹുക്കുട്ടി എണിച്ച് വന്നിട്ടുണ്ട്. നൈഹുക്കുട്ടിയാണെങ്കിൽ രാവിലെ തന്നെ ചില സമയത്ത് പല്ലേക്കോട്ടെ, രാത്രിയും തന്നെ പല്ലേക്കുക. എന്നാലും എനിക്കൊരു സമാധാനമില്ല രാത്രി തന്നെ പല്ലേക്കുമ്പോൾ. കാരണം കഴിച്ച അവശിഷ്ടങ്ങളൊക്കെ അതിലുണ്ടാവും. രാവിലെ തേക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. രാവിലെ തന്നെ നേരത്തെ പണി തീർക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ട്, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് പണികളുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കണത് ചെറുപയർ ഉപ്പേരിയും പിന്നെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. വെണ്ടയ്ക്ക നമുക്ക് തേങ്ങ അരയ്ക്കാതെ വയ്ക്കാൻ വിചാരിച്ചു. കറണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ, കറണ്ട് പോയിന്ന് തോന്നുന്നു. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ ഞാൻ അന്ന് വെച്ച് നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സാമ്പാർ പൊടി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സാമ്പാറായല്ലോ എന്ന്. എനിക്ക് വയ്യ, സാമ്പാറായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ ഇവളുടെ അനക്കമില്ല കേട്ടോ. ആ റൂമിൽ പോയിട്ട് എന്തൊക്കെയോ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെയോ വായിൽ പൊത്തിയിട്ട് എന്നോട് വന്ന് പറയണം, അമ്മ എന്നെ കാണാൻ സുന്ദരിയായോ ചോദിക്കുള്ളൂ. എൻ്റെ അടുത്തുണ്ട് ആള്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങയുടെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. അടിപൊളിയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പുളി നമ്മളിങ്ങനെ വെണ്ടയ്ക്ക തീയൽ വെക്കില്ലേ, പക്ഷെ അത് തേങ്ങയില്ലാതെ വെക്കുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെന്താ ഇന്ന് വെച്ചത്, പിന്നെ ഇന്നൊരു വലിയൊരു സംഭവം ഉണ്ടായിട്ടോ. നമ്മുടെ നൈഹുക്കുട്ടീനെ ഇവിടെ ആണെങ്കിൽ കൂടുതലും കടന്നെല്ലോ എന്താ പറയുക, കടന്നെല്ല് എന്നാ പറയുക, അതോ കടന്നെല്ല് തേനീച്ചയല്ല, ഇങ്ങനെ കുത്തനൊരു കുറച്ച് വലിയ മഞ്ഞ കളറുള്ള സാധനമില്ലേ അത്. പിന്നെ നമ്മൾ മോരുണ്ട് കേട്ടോ, മോരും വെണ്ടയ്ക്ക കറിയും പിന്നെ ചെറുപയറുപ്പേരി കേട്ടോ വെച്ചത്. എന്താ ഞാൻ പറഞ്ഞത്, നമ്മുടെ കടന്നെല്ല് കൊളവി എന്നൊക്കെ പറയും തോന്നുന്നു. കടന്നെല്ല് നൈഹുവിനെ കുത്തി, അതും ചുണ്ടിൽ കണ്ട, ചുണ്ട് നല്ല വീർത്ത് വന്നു. എനിക്ക് ആകെ പേടിയായിട്ടോ. എന്നിട്ട് ഞാൻ ഉമേഷിനെ വിളിച്ച് പറഞ്ഞു എന്തായാലും ഇവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം പിറ്റേ ദിവസം പിന്നെ സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല, ചിലപ്പോൾ നേരെ ആകുമ്പോൾ പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾക്ക് അനുഭവം ഉണ്ടായിരുന്നു, നേരെ ആയാലും ചിലത് പോവില്ല. ഇത് പിന്നെ കൊച്ചിനെ വന്നതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ. അങ്ങനെ അവർ ഒരു മരുന്നൊക്കെ തന്നു. അതൊക്കെ മേടിച്ച് പോണ വഴിയിൽ നമ്മൾ ഞാവൽപ്പഴം കണ്ടു കേട്ടോ. ഞാവൽപ്പഴം കണ്ടപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ചക്കയൊക്കെ ഇരിക്കണ കണ്ടു, പക്ഷെ കൊള്ളുമെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.